നിക്ക് ഇതൊന്ന് കളിക്കട്ടെ. മെനിയാണെങ്കിൽ ഒരു കളി കളിക്കണം, അതായത് വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കളി. എന്തായാലും ഇതൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഇപ്പൊ തുടങ്ങേ. വെൽക്കം ടു ഫ്ലൈ. മിനിയുടെ കൺട്രിമാൻ ആണ് ഇത്. ഇതൊരു സാധാരണ കൺട്രിമാൻ അല്ല, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള വണ്ടിയാണ് ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നത്. സോ പുതിയ കൺട്രിമാൻ്റെ ഐസ് മോഡലാണിത്. ആക്ച്വലി കൺട്രിമാൻ 2 തവണ മുമ്പ് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആദ്യം കൊണ്ടുവന്നിരുന്ന ഇലക്ട്രിക് ആയിരുന്നു, പിന്നെ നമ്മൾ JCW ട്രാക്ക് എന്ന് കൊണ്ടുവന്നു. ഇതാണ് റെഗുലർ കൺട്രിമാൻ. ഇതിപ്പം ഇന്നലെ ചെന്നൈയിലെ പ്ലാനിൽ റോൾ ഔട്ട് ചെയ്തിട്ടുള്ളൂ. 47.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇൻട്രൊഡക്ടറി പ്രൈസാണ്. സോ ഈ കൺട്രിമാൻ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള മിനിയുടെ SUV ആണ്. മിനിയുടെ SUVക്കാണ് കൺട്രിമാൻ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ശരിക്കും ഒരു പ്രോപ്പർ SUV സ്റ്റാൻസ് ഉണ്ട്, വലുപ്പം കൂടിയിട്ടുണ്ട്, സൈസ് ഉണ്ട്. BMW തന്നെ ഇവരുടെ പാരന്റ് കമ്പനിയുടെ X1 ആണ് ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നതും. പക്ഷേ മിനിയുടേതായിട്ടുള്ള കുറേ ഐഡൻറ്റിറ്റി ഉണ്ട്, മിന്നൽ ചാമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിരുന്ന കളറുമാണ് ഈ ഗ്രീൻ കളർ, ബ്രിട്ടീഷ് ഗ്രീൻ ആണ്, അണ്ടർസെൻ്റ് കളർ. അപ്പം ഈ ഒരു വണ്ടിയിൽ മാറ്റങ്ങളല്ല വന്നിരിക്കുന്നത്. വണ്ടി നമ്മൾ റീഇൻട്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്. സോ ദ മെയ്ഡ് ഇൻ ഇന്ത്യ മിനി കൺട്രിമാൻ, അതാണ് നമ്മൾ നോക്കുന്നത്. കൺട്രിമാൻ്റെ 3rd ജനറേഷൻ ആണത്. ഫസ്റ്റ് ജനറേഷൻ വന്നപ്പം സാധാരണ മിനിയെക്കാട്ട് കുറച്ച് വലിയ വണ്ടി മാത്രമായിരുന്നു. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ കുറച്ചുകൂടി വലുതായി, അത് കുറച്ചൊരു റൗണ്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ പുതിയ ഈ ഒരു കൺട്രിമാൻ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇതിലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന സിൽവർ അല്ല, ഒരു കോപ്പർ ലൈനിങ്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കളറിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ചോയ്സ് ആയിക്കണമെന്നല്ല, പക്ഷേ എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എല്ലായ്പ്പോഴും മിനിയിൽ നമ്മൾ റൗണ്ടും കുറച്ചൊരു ഓവലി ലൈറ്റുള്ള കണ്ടത്, കുറച്ചൊരു എഡ്ജി ആയിട്ടുള്ള ലൈറ്റ് വന്ന് ഇതെല്ലാം DRL ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹെക്സഗൺ ഗ്രില്ലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ കുറച്ച് റൗണ്ടിഷ് ആയിരുന്നു, അതും മാറിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന വീൽസ് കാണാം. വീലിനും സിൽവറിന് പകരം കോപ്പർ ഫിനിഷ് കൊടുത്തത് ഒരു അട്രാക്ഷനാണ്. ഇതിൽ വന്നിരിക്കുന്ന 19 ഇഞ്ച് വീലാണ്. 19 ഇഞ്ച് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഡയമണ്ട് കട്ടിങ് ഡിസൈൻ എല്ലാം തന്നെ നല്ലൊരു ഷാർപ്പ് ഡിസൈൻ എലമെൻറ്റ് വരുന്നുണ്ട്. വീൽ ആർച്ച് ബോൾഡാണ്, ഒരു SUV ക്യാരക്ടർ നൽകിയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പം മിനിയുടെ കൺട്രിമാൻ വന്നിരിക്കുന്ന ഒരു പ്രൊഫൈലുണ്ട്. മൊത്തത്തിൽ കൺട്രിമാൻ വലുതായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻസ് എല്ലായിടത്തും കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ റൂഫ് റെയിൽ വരുന്നുണ്ട്, SUV എലമെൻ്റ് ആണ്. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്. BMW ഒരു ഫിലോസഫിയുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം. അത് കുറച്ചൊരു ഫ്ലഷ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പഴയ ആ പണ്ടൊരു BMW ഫോളോ ചെയ്ത് വന്ന ഇത്തരത്തിലുള്ളൊരു ഹാൻഡിലാണ്. താഴെ വന്നിരിക്കുന്ന സ്കേർട്ടിങ്സ് കാണാം. എഗെയിൻ കോപ്പർ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോട്ടർ ഗ്ലാസിൻ്റെ ഡിസൈനാണ് ഒരു ഡിസൈൻ എലമെൻ്റായി നിൽക്കുന്നത്. വെറും ഒരു ഗ്ലാസ്സിൽ കൊടുത്ത് ഇവരുടെ എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മലൻ്റെ ഒരു സ്റ്റേപ്പെല്ലാം കാണാം. SUV ക്യാരക്ടറിനും ഒരു ടൂറർ വെഹിക്കിളായിട്ട് കാണുന്നതുകൊണ്ടാണ്. റൗണ്ടഡ് ആയിട്ടുള്ള ഹിപ്പോ ഫോർമേഷൻസും ബോഡി സ്ട്രക്ചറും ശരിക്കും ആ ബിബ്ലി ഫീൽ കിട്ടുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ വലിയൊരു റൂഫ് സ്പോയിലർ നമുക്ക് കാണാം. ശരിക്കും ആ ഒരു സ്പോയിലറിൽ പർപ്പസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തിക്നെസ് ഉണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിൻ്റെ ടോപ്പിലുള്ളത് മൈൽഡ് ആയിട്ടുണ്ട്. ഈ ലൈറ്റ് ഇതിൽ 3 തരം ഗ്രാഫിക്സ് വെക്കാൻ പറ്റും. ഇതും തന്നെ ഡിഫറെൻ്റ് ആണ് വന്നിരിക്കുന്നത്. കൺട്രിമാനിൽ എപ്പോഴും വന്നിരുന്ന വലിയ കൺട്രിമാനിലുള്ള നോമിക്ലേച്ചസും ഒരു ഡിസൈനും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് ലൈൻ സ്ട്രോങ് ആണ്. പിന്നെ താഴെ നമുക്ക് സ്കേർട്ടിങ്ങിലും കാണാൻ പറ്റും ഈ ഒരു കോപ്പർ കാണാൻ. മൊത്തത്തിൽ കൺട്രിമാൻ വലുതായിട്ടുണ്ട്, കുറച്ചുകൂടി സ്ക്വയറിഷ് ആയിട്ടുണ്ട്. ഇപ്പം കുറേ കൂടെ SUV ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. അപ്പം ഒരു X1 GLA അല്ലെങ്കിൽ Q3 ആയിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു SUV ക്യാരക്ടർ ഡിസൈനിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രസമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റിൽ പറയാം. പിന്നെ കൺട്രിമാനും SUV ആണ്, അതുപോലെ തന്നെ ഒരു ഫാമിലി വെഹിക്കിളും കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. 505 ലിറ്റർ ബൂട്ട് സ്പേസ് ആണുള്ളത്. സീറ്റ് ഫോൾഡ് ചെയ്താൽ ഏകദേശം 1400ഓളം കിട്ടും. അതിലൊരു അട്രാക്ഷൻ ഉള്ളത് ശരിക്കും സ്പേസ് സേവർ വീൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ മെയ്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെയർ വീലുണ്ട്. സ്പേസ് സേവർ ആണെങ്കിൽ ഒരു വീൽ വന്നിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും സ്പേസ് ലഭിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഈ പുതിയ മിനികളിൽ കണ്ടിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇൻറ്റീരിയറിൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും. അതെല്ലാം തന്നെ ഇതിൽ റീറ്റേൺ. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അത് ഈ ഡെനിം ടൈപ്പ് ഈ ഒരു മെറ്റീരിയൽ ഡാഷിൽ കാണാം, ഡോറിൽ കാണാം, അതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ് തരുന്നത്. സാധാരണ ഈ പ്ലാസ്റ്റിക് ഫീലും അത് തന്നെ ലെതർ പോലത്തെ ഫീലെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഗ്ലാസ് തുറന്നിട്ട് വണ്ടി അധികം ഉപയോഗിക്കാതിരിക്കാം, പൊടി പിടിക്കും. അതല്ലെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ചൂടെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് അബ്സോർപ്ഷനിൽ നടക്കും. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കളർ ട്രീറ്റ്മെൻറ്റിലും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ടച്ച് ചെയ്യുമ്പോഴും തന്നെ കുറച്ചുകൂടിയും ഈ ലെതറിൻ്റെ പ്ലാസ്റ്റിക്കിനേക്കാളും നല്ല ഫീൽ എനിക്ക് ലഭിക്കുന്നത്.
രണ്ടാമത്തെ ഈ റൗണ്ട് സ്ക്രീനാണ്. ഇത് OLED സ്ക്രീനാണ്. മിനിയിൽ എപ്പോഴും ഒരു റൗണ്ട് എലമെൻറ്റ് മീറ്ററും അതുപോലെ തന്നെ കൺട്രോളിന് വന്നെങ്കിൽ ഇത് കുറേ കൂടെ ഫുൾ സൈസ് ഉപയോഗിക്കാവുന്ന റൗണ്ട് സ്ക്രീനായിട്ട് OLED വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനുണ്ടാവും ക്വാളിറ്റി ഓഫ് ഗ്രാഫിക്സ് എല്ലാം ഗുഡ്. ഒരു സ്ക്രീനിൻ്റെ ഒരു ഭംഗിയും ശരിക്കും നല്ലോണം കിട്ടുന്നുണ്ട്. അത് മെയിൻലി കാരണം ഈ ഒരു സ്ക്രീന് OLED ആയതുകൊണ്ട്. പിന്നെ നമുക്ക് പല തീമും സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തീമെല്ലാം മാറുമ്പോൾ ഒരു സൗണ്ട് വരുന്നതെല്ലാം തന്നെ ഒരു ആകർഷണീയമാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നാവിഗേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെല്ലാം നല്ലതാണ്. പിന്നെ ഫാൻ കൺട്രോൾസും AC കൺട്രോളിൽ ഇതിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു തവണ എടുക്കേണ്ടി വരും. ഇവിടെ നിന്നാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. മെയിനായിട്ടുള്ള ഡോഗിൾ ടൈപ്പ് ബട്ടൺ, അത് എഞ്ചിൻ സ്റ്റാർട്ട് ഓഫ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗിയർ സെലക്ഷനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അത് നമ്മൾ ഡിഫറെൻറ്റ് തീം ഡിഫറെൻറ്റ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് തീം എല്ലാം തന്നെ ഇവിടെ നമുക്കാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. അത് പിന്നെ കാണിക്കാമെന്ന് വെച്ചായിരുന്നു. എനിവേ പാർക്ക് ബട്ടൺ ഇതെല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇൻഡക്ഷൻ ചാർജിങ്, 2 കപ്പ് ഹോൾഡർ, ഇവിടെ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കബി ബോക്സ് ഉണ്ട്, ഇവിടെയും ബോക്സ് ഉണ്ട്. ഇത്രയെല്ലാം വരുന്നത്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള സ്പോർട്ടി സീറ്റാണ്. ഈ ബ്രൗൺ കളർ രസമുണ്ട്. ഇതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. ബോൾഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണുള്ളത്. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും, കുറച്ച് കട്ടിയുള്ള സ്റ്റിയറിംഗ്. ചിലർക്ക് അത് ചെറിയ കൈയിലാണെങ്കിൽ കുറച്ച് വലുതായി തോന്നുന്നുണ്ട്. പക്ഷേ ഡിസൈനിൽ രസമാണ്. ഇവിടെ 3 സ്പോക്കിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ, അതും അഗെയിൻ ഫാബ്രിക് മെറ്റീരിയലാണ്. അത് രസമുണ്ട്. ഇവിടെയും സ്പേസ് വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഫ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ കാണിച്ചാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്കൊരു റൂമിനെസ് കൂടുതൽ തോന്നിക്കാൻ ഇവിടെ പാനോറമിക് സൺറൂഫ് ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു റൂമിനെസ് തോന്നും. ചിലർക്ക് ഡാർക്ക് കളറെല്ലാം ക്ലോസ്ട്രോഫോബിക് ഫീൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ തുറന്ന് വയ്ക്കാന്ന്. പിന്നെ നമുക്ക് പൂട്ടിക്കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാനും പറ്റും. സീറ്റിൻ്റെ മേലെ ഡീറ്റെയിലിംഗ് മിനി കൊടുത്തതും ഈ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിലും പെർഫറേഷൻസ് എല്ലാം വരുന്നതെല്ലാം തന്നെ ഉപയോഗപ്പെടുന്നതാണ്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതും തന്നെ മിനിയിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. അത് ശരിക്കും നിങ്ങൾ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടാകുമ്പോൾ ചെറിയൊരു മിസ് ഔട്ട് എലമെൻറ്റ് കിട്ടും. പിന്നെ ഒരു 12 സ്പീക്കറിൻ്റെ ഹാമൻ ആൻഡ് കാർഡൻ സൗണ്ട് സിസ്റ്റം ഉള്ളത്, അത് നമുക്കിവിടെ ട്വിറ്ററിൽ ഇവിടെ കാണാൻ പറ്റും. അത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. സോ മൊത്തത്തിലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഈ ഒരു കാറ്റഗറി ഓഫ് SUVയിൽ കിട്ടാവുന്ന ഒരു സ്പേഷ്യസ് ഇൻറ്റീരിയറുകളിൽ ഒന്നാണ് ആക്ച്വലി മിനി കൺട്രിമാനിലുള്ള. ഡയറക്റ്റ് ഞാൻ ഇതിനിപ്പം പുതിയതായിട്ടും നിൽക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും അധികം സെയിൽ നിൽക്കുന്നതും BMW X1 ആണ്. അപ്പോൾ X1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലെല്ലാം ഈക്വൽ സ്പേസ് ആണ് ലഭിക്കുന്നത്. റിയറിലൊക്കെ കയറാൻ വലിയൊരു ഡോറുണ്ട്. വിൻഡോ കുറച്ച് ചെറുതാണ്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകൾ, കുട്ടികൾക്ക് ചിലപ്പോൾ പുറത്തേക്കുള്ള വ്യൂ കുറച്ച് കട്ടയേക്കാം. അതല്ലാതെ ഡോറിൽ സ്പേസ് കൊണ്ടെല്ലാം എളുപ്പം കയറാൻ പറ്റുന്നുണ്ട്. നല്ല റൂമിനെസ് ഉണ്ട്. ഇത്രയും നീ റൂമുണ്ട്, ഇത്രയും ഹെഡ് റൂമുണ്ട്, തൈ സപ്പോർട്ടുണ്ട്, നല്ല ഷോൾഡർ സപ്പോർട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന റിയർ സീറ്റാണ്. ഇതിൻ്റെ റിക്ലിനേഷനും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇതുണ്ട്. ഇത് സ്റ്റാൻഡേർഡാണ്. ഇത്രയും റിക്ലൈൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന റിയർ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ SUV എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് കൺട്രിമാൻ C. പിന്നെ ഈ ഒരു സൺറൂഫ് ഇവിടെ വരെ തുറന്ന് വരുമ്പോൾ നമുക്ക് ക്ലോസ്ട്രോഫോബിക് ഫീൽ ഒഴിവാക്കാൻ പറ്റും. X1 വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ iX1 കുറച്ച് ലോങ് വീൽ ബേസ് ഉണ്ട്, കുറച്ചുകൂടി സ്പേസ് ലഭിക്കും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വെഹിക്കിൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റിയറാണ് ഇനി കൺട്രിമാനുള്ളത്. അതിൻ്റെ പുറമെ നമുക്ക് 2 USB-C ചാർജറും എയർ വെൻ്റും കൂടെ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും എയർ ഫ്ലോ. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പുതിയ ഐസ് മോഡൽ മിനി കൺട്രിമാനിൽ വന്നിരിക്കുന്ന 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അത് 3 സിലിണ്ടർ എഞ്ചിനാണ്. 156 HP പവറും 240 Nm ടോർക്കാണ്. ഇതിൽ മേറ്റ് ചെയ്തിട്ടുള്ള 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവൺ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഈ ഐസ് സ്പെക്ക്. ഇതിൻ്റെ പുറമെ JCW അവൈലബിൾ ആണ്, ഇലക്ട്രിക് മോഡൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ പഴയ റിവ്യൂസ് കാണാം. നമ്മൾ ഈ ഓടിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ മിനി കൺട്രിമാൻ C ആണ്. ഇത് നമ്മൾ അറിയുന്ന ഒരാളെടുത്ത വണ്ടി, അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന ദിവസം തന്നെ ഞാൻ ഡ്രൈവിന് വാങ്ങിയതാണ്. ഇപ്പം മിനി കൺട്രിമാൻ എന്ന് പറയുമ്പം മിനി പ്ലേസ് ചെയ്തിരിക്കുന്ന SUV ആയിട്ടാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് എ ഫാമിലി വെഹിക്കിൾ. ഞാൻ അങ്ങനെ രീതിയിലാണ് കാണുന്ന SUV എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഓഫ് റോഡർ എന്നുള്ള ഫീലിനേക്കാളേറെ ഫാമിലി വെഹിക്കിൾ. മിനി ഫസ്റ്റ് നമ്മളെ മനസ്സിലെപ്പോഴും മിനി കൂപ്പർ, JCW എന്നെല്ലാം പറഞ്ഞ ആ സ്പോട്ടി
ഗോ കാർട്ടിംഗ് കാറാണെങ്കിൽ ഇതാണ് അവരുടെ ഒരു പ്രാക്ടിക്കൽ വെഹിക്കിളുള്ളത്. അതാണ് കൺട്രിമാൻ എന്ന് പറയുന്നത്. കൺട്രിമാനിൽ തന്നെ ഏറ്റവും വലിയ കൺട്രിമാനാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇതുവരെ വന്ന കൺട്രിമാനേക്കാളും ഏറ്റവും സൈസ് കൂടിയിട്ടുള്ള കൺട്രിമാനാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലുമാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്പേസാണ്. രണ്ടാമത്തത് സീറ്റിംഗ് പൊസിഷനാണ്. കാരണം മിനി കൺട്രിമാൻ വാങ്ങുന്ന കാറ്റഗറി ഓഫ് ആളുകൾക്ക് വേണ്ട ഒരു കാര്യമാണ് കുറച്ച് ഹയർ സിറ്റിംഗ്, പുറത്തേക്കുള്ള വിസിബിലിറ്റി, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് എഫ്ലുവൻ്റ് ആയിട്ടുള്ള ലേഡി കസ്റ്റമേഴ്സ് മിനി കൺട്രിമാനെ കാണാറുണ്ട്. നമ്മുടെ സെലിബ്രിറ്റികളുടെ ഇടയിൽ തന്നെ കുറേ ആൾക്കാർ കൺട്രിമാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മീര ജാസ്മിൻ. അങ്ങനത്തെ ലേഡീസിനെല്ലാം തന്നെ ശരിക്കും നല്ലൊരു വെഹിക്കിളായിരിക്കും കൺട്രിമാൻ. എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ പൊതുവേ ഒരു സ്റ്റഡിയിൽ നോക്കിയപ്പം ലേഡീസ് കുറേ കൂടെ ഹയർ സിറ്റിംഗ് വെഹിക്കിൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാനത് പറഞ്ഞത്, അല്ലാതെ വേറെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒന്നുമല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ റെഡ് സിഗ്നലാണ്. ഒരു വണ്ടികളും നിർത്തുന്നില്ല. ഞാൻ നിർത്തി. ഞാൻ ആരായാലും കുഴപ്പമില്ല, ഞാൻ നിയമം പാലിക്കുന്നു. ഓക്കെ, ബാക്കിൽ വണ്ടി ലോൺ അടിക്കുന്നത്. പക്ഷേ എല്ലാവരും നിർത്തിയിട്ടോ. എനിവേ, ചെറിയ സിഗ്നലാണ്, കഴിഞ്ഞു. മിനി കൺട്രിമാനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരുപാട് ആൾക്കാർ ഫാമിലി വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള സ്പേസും കൺവീനിയൻസും പുതിയ വണ്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിരുന്ന കൺട്രിമാൻ EV ആണെങ്കിലും അതും നമുക്ക് അറിയുന്ന ഒരാളെ വണ്ടിയായിരുന്നു. അവർ ശരിക്കും ഹാപ്പിലി ഉപയോഗിക്കുന്നുണ്ട് പുതിയ കൺട്രിമാൻ. ഇപ്പോൾ EV ഉപയോഗിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്ക് നമുക്ക് EV ഓപ്ഷൻ ഉണ്ടെങ്കിൽ JCW ആയിരുന്നു നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നത്. അതൊരു പെർഫോമൻസ് വെഹിക്കിളാണ്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി മോർ നോർമൽ റെഗുലർ വെഹിക്കിൾ എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ബയറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇതാണ്. ഇതിൽ തന്നെ നമുക്ക് സ്പോട്ടിനെസ് എല്ലാം കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ എഞ്ചിനാണ്, നമുക്കറിയാം 1.5 ലിറ്ററാണ്, പക്ഷേ 3 സിലിണ്ടറാണ്, 156 HP, 240 Nm ടോർക്ക് എല്ലാം ഉള്ളത് ഫിഗേഴ്സ്. പക്ഷെ അത് തന്നെ അതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഗോ കാർട്ട് മോഡിൽ കിട്ടും. കുറച്ചുകൂടി ത്രോട്ടിൽ റെസ്പോൺസിൽ ബെറ്ററായി കിട്ടുന്നുണ്ട്. അതാണ് ഇതിലെ ഒരു ക്യാച്ച് പോയിൻറ്റ്. ഇനിയുള്ളൊരു ക്യാച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റിയാണ്. പ്രാക്ടിക്കാലിറ്റിയിൽ നമുക്ക് ഫസ്റ്റ് എനിക്ക് തോന്നുന്ന കാര്യം പറയുന്നത് സ്റ്റിയറിംഗ് കുറച്ച് സോഫ്റ്റ് സൈഡാണ്. സോഫ്റ്റ് സൈഡ് ആണെങ്കിലും നമുക്ക് സ്പീഡ് എല്ലാം ബിൽഡ് ചെയ്യുമ്പോൾ ആ കോൺഫിഡൻസ് ലഭിക്കുന്ന ഒരു ഹാർഡാവുന്നുണ്ട്. രണ്ടാമതുള്ളത് ഇതിൻ്റെ സ്പേസും അതിനനുസരിച്ചുള്ള കംഫർട്ടാണ് സസ്പെൻഷൻ ട്യൂണിങ്ങിൽ. കംഫർട്ടബിളായിട്ട് സസ്പെൻഷൻ ആണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരു റൈഡ് കംഫർട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത് കമ്പാരിറ്റീവ് റിഫൈൻമെൻറ്റാണ്. ഇപ്പോൾ മിനിയിൽ നമ്മൾ നേരത്തെ കണ്ട വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് കൺട്രിമാൻ. ആൻഡ് ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ വെഹിക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാക്ടിക്കാലിറ്റി കണക്കിലെടുത്തുള്ള റിഫൈൻമെൻറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ടേണിലെടുക്കുമ്പോൾ ഈസിലി മെന്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടേണിങ് റേഡിയസ് ഓൾസോ ഈസ് ഗുഡ്. പിന്നെ എടുത്തു പോകുമ്പോൾ റെഗുലർ മോഡിൽ തന്നെ ആ ഫീല് കിട്ടുന്നുണ്ട്. സ്പോട്ടിൽ കുറച്ചുകൂടി കിട്ടും. അതുപോലെ തന്നെ NVH ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എൻജിൻ ഗ്രൗണ്ടിൽ നമുക്ക് എൻജോയ് ചെയ്യുന്നത് സ്പോട്ടിനെസ്സിനാണെങ്കിൽ, അല്ലാത്തപ്പോൾ നല്ലൊരു റിഫൈൻഡ് ഫീലുള്ളത്. ഇത്രയും ആസ്പെക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസിങ് നല്ലൊരു പ്രൈസിങ് ആണ് ശരിക്കും. 47.5 lakhs പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും വാല്യൂ പ്രൊപ്പോസിഷൻ ഇപ്പം തോന്നിക്കുന്നത് എനിക്ക് ഇതിനാണ്. പിന്നെ BMW ക്ലെയിം ചെയ്തുള്ളൊരു കാര്യമുണ്ട്. അത് പലപ്പോഴും നമ്മൾ റിവ്യൂസിൽ ആളുകൾ കണക്കിലെടുക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ റെസിഡ്യുവൽ വാല്യൂ അവർ മിനിക്കാണ് ഏറ്റവും അധികം ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ BMW ഗ്രൂപ്പ് വെഹിക്കിൾസിൽ അവർ മിനിയുടെ റെസിഡ്യുവൽ വാല്യൂ ആണ് ഏറ്റവും ഹൈ ആയിട്ട് BMW ഇന്ത്യ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് നിങ്ങൾ വണ്ടി വിൽക്കുമ്പോൾ ഏറ്റവും അധികം റീസെയിൽ വാല്യൂ കിട്ടാൻ പോകുന്നത് ഒരു വണ്ടിയാണ് മിനി എന്നുള്ളതാണ്. അതിന് ഈ ഒരു പ്രൈസിൽ കൂടെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇറങ്ങിയിട്ടുള്ള മിനിയല്ല ഇതിനോട് ഹയർ പ്രൈസ്ഡ് ആണ്. അപ്പം മിനിയല്ല കൺട്രിമാനല്ല ഹയർ പ്രൈസ്ഡ് ആയതുകൊണ്ട് ഇതൊരു നല്ലൊരു ഇൻട്രൊഡക്ടറി പ്രൈസിൽ ലഭിക്കും. ഇനി പ്രൈസ് കൂടിയാൽ തന്നെ ഒരുപാട് കൂടൂല, കാരണം ഇത് ഇമ്പോർട്ടഡ് അല്ല, ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ ആസ്പെക്റ്റിലുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് വലിയ റിലവൻ്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, E25 ഫ്യൂവലിന് കമ്പാറ്റിബിളായിട്ടാണ് ഈ പുതിയ മിനി വന്നിട്ടുള്ളത്. മിനി വന്നതൊക്കെ ഫ്യൂവൽ വന്നതൊക്കെ, പക്ഷേ ഇത് എങ്ങോട്ടേക്കാണ് ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നിൽക്കുകയാണ്. 100% എത്രയാണെന്ന് പറഞ്ഞാൽ എന്താ ഇത് വെജിറ്റബിൾ ഓയിലോ? പണ്ട് ജെട്രോഫ ചെടിയിൽ നിന്നും രാമർ പെട്രോൾ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും എതിർത്തിട്ടുണ്ടായിരുന്നു. അയാൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഫുള്ളി ബയോ ഫ്യൂവൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ പോലെ ആയി മാറുന്നതാണോ ഫ്യൂവൽ? ആൻഡ് വിൽ ബി ഗുഡ് ഫോർ ദ വെഹിക്കിൾ? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. എനിവേ, വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ ഐ എം ലിവിങ് ടു യു.
മിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ റിയലി ലൈക്ക് ദിസ് കൺട്രിമാൻ. ഫസ്റ്റ് കാർ ഇൻ കേരള ആൻഡ് ഫസ്റ്റ് റിവ്യൂ ഇൻ മലയാളം. ശരിക്കും പറഞ്ഞാൽ ഐ ആം വെരി ത്രിൽഡ്. നിങ്ങൾ ത്രിൽഡ് ആണോ എന്നുള്ളത് കമൻറ്റിൽ പറയാം. വണ്ടി ഇഷ്ടപ്പെടുന്ന കമൻറ്റിൽ. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.